സംസ്ഥാന ഭരണസിരാ കേന്ദ്രത്തിന്റെ മതിലിന് പുറത്ത് കുറെ സ്ത്രീകൾ കഴിഞ്ഞ 10 ദിവസത്തിലധികമായി രാവും പകലും കുത്തിയിരിക്കുന്നുണ്ട്. വറുതിയുടെയും വിലക്കയറ്റത്തിന്റെയും ഈ കാലത്ത് വെറും 7000 രൂപയുടെ മാസവരുമാനത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ, ആ വരുമാനവും മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നവർ, കുഞ്ഞുങ്ങൾ പട്ടിണിയാവാതിരിക്കാനായി അവർ നടത്തുന്ന സമരത്തിൽ മുഴങ്ങുന്നത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല, അക്ഷരാർത്ഥത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള മുറവിളിയും നിലവിളികളുമാണ്. എന്നിട്ടും 10 ദിവസമായി അവരുടെ സമരത്തിൽ ഉയർന്ന ആവശ്യങ്ങളെ ഈ സർക്കാർ പരിഗണിച്ചിട്ടില്ല. എന്നാൽ അതിനിടയിലും PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ ലക്ഷങ്ങളുടെ വർധന വരുത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക കിട്ടാതെയും ശമ്പളം മുടങ്ങിയും പാവപ്പെട്ട തൊഴിലാളികൾ കണ്ണീരൊഴുക്കുമ്പോഴാണ് KV തോമസിന്റെ യാത്രാ ഭത്ത ഇരട്ടിയിലധികമാക്കി ഉയർത്താൻ ഇതേ സർക്കാർ ശുപാർശ ചെയ്യുന്നത്. പെൻഷൻ മുടങ്ങിയ അംഗനവാടി ജീവനക്കാർ, സർക്കാർ സഹായം ലഭിക്കാത്ത വൃക്ക രോഗികൾ, വേതനം ലഭിക്കാത്ത സ്കൂൾ പാചക തൊഴിലാളികൾ, വനം വകുപ്പ് വാച്ചർമാർ, ഇങ്ങനെ ഒരുപാട് പേർ, ഈ അടിത്തട്ടിൽ ജോലി ചെയ്യുന്ന മനുഷ്യർ മുഴുവൻ അതിജീവിക്കാനായി നിലവിളിക്കുമ്പോഴും സർക്കാരിന്റെ പരിഗണന ഉപരിവർഗത്തിന് മാത്രമാവുകയാണോ? ന്യൂസ് ബസ് ചോദിക്കുന്നു. ഇഷ്ടക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്ന സർക്കാർ കഷ്ടപ്പെടുന്നവർക്ക് നേരെ കണ്ണടയ്ക്കുകയാണോ?